നമസ്തേ. ഈ ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗം ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഏകാംഗിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഏകാംഗികാരനെ ഒന്ന് പരിചയപ്പെടാം. വിനോദ് റസ്തഗി. വിനോദ് റസ്തഗി കേട്ടിട്ടുണ്ടാവില്ല അങ്ങനൊരു പേര്. വിനോദ് റസ്തഗി. വിനോദ് റസ്തഗിയുടെ ബഹു കി വിധ, ബഹു കി വിധ എന്ന ഏകാംഗിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് വിനോദ് റസ്തഗി എന്ന എഴുത്തുകാരനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. विनोद रस्तगी कुरिച്ച് പറയുന്നത്, आधुनिक हिंदी के आदर्शवादी रचनाकार है विनोद रस्तगी. आधुनिक हिंदी के आदर्शवादी रचनाकार है विनोद रस्तगी. आपने समाज और समाज के आधार में प्रतिष्ठित पारिवारिक जीवन पर निगरानी रखते हुए वे त्रुटियों का अलग पहचान करते हैं. आपने समाज के आधार में प्रतिष्ठित पारिवारिक जीवन पर निगरानी रखते हुए त्रुटियों का अलग पहचान करते हैं. उन्हीं को उन्होंने अपनी रचनाओं का विषय बनाया है. उन्हीं को उन्होंने अपनी रचनाओं का विषय बनाया है. आधुनिक हिंदी के आदर्शवादी रचनाकार है विनोद रस्तगी. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ആദർശവാദിയായ എഴുത്തുകാരനാണ് വിനോദ് റസ്തഗി. മാത്രമല്ല അദ്ദേഹം സമാജ് കെ ആധാർ, സമൂഹത്തെ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്ന പാരിവാരിക് കുടുംബ ജീവിതം, സമൂഹത്തെ ആധാരമാക്കി സമൂഹത്തെ അടിസ്ഥാനമാക്കി നിലനിന്നു പോരുന്ന കുടുംബജീവിതം, ഇതിനെയൊക്കെ ആധാരമാക്കി ആ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ആ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ത്രുടിയും തെറ്റുകൾ, കുറ്റങ്ങൾ, അതിനെയൊക്കെ അലഗ് പഹച്ചാൻ വേറിട്ട് അദ്ദേഹം എടുത്തു കാണിച്ചുകൊണ്ട് വായനക്കാരിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്ത് അല്ലെങ്കിൽ വേർതിരിച്ചു വെച്ച് വായനക്കാരിലേക്ക് എത്തിച്ചു തരുന്നു. അങ്ങനെയുള്ളൊരു എഴുത്തുകാരനാണ് വിനോദ് റസ്തഗി. മാത്രമല്ല ഈ കുടുംബ ബന്ധങ്ങളെയും കുടുംബജീവിതത്തെയും ഒക്കെയാണ് അദ്ദേഹം അപ്നി രചനാവും കാ വിഷയ് ബനായ, തൻ്റെ രചനകൾക്കുള്ള വിഷയമാക്കിയിട്ടുള്ളത്. തൻ്റെ കഥകളായിരുന്നാലും ഏകാംഗിയായിരുന്നാലും ഒക്കെ കുടുംബ ബന്ധങ്ങൾ, കുടുംബജീവിതം, ഈ കാര്യങ്ങളാണ് അദ്ദേഹം തൻ്റെ എഴുത്തിന് വിഷയമാക്കിയിട്ടുള്ളത്. മാത്രമല്ല रंगमंच का उचित ध्यान रखते हुए नाटक की रचना करने वाले साहित्यकारों में विनोद रस्तगी का महत्वपूर्ण स्थान है. रंगमंच का उचित ध्यान रखते, അതായത് രംഗമഞ്ച്, വേദി, സ്റ്റേജ്, ഒരു ഏകാംഗി ഒരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വേദിക്ക് അല്ലെങ്കിൽ ആ സ്റ്റേജിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാടകം എഴുതുന്നവരിൽ, അങ്ങനെയുള്ള സാഹിത്യകാരന്മാരിൽ വിനോദ് റസ്തഗിക്ക് വളരെ മഹത്വപൂർണമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. ആപ്കാ ജന്മ ഇൻദൗർ മേം ഹുവാ ഥാ. ഇനി വിനോദ് റസ്തഗിയുടെ ജനനം, ഇൻദൗർ, അദ്ദേഹത്തിൻ്റെ ജനനം ഇൻദൗർ എന്ന സ്ഥലത്തായിരുന്നു. शिक्षा दीक्षा कन्नौज तथा
കാൺപൂർ में हुई. ശിക്ഷ ദീക്ഷ വിദ്യാഭ്യാസം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കന്നൗജ്, അതുപോലെ കാൺപൂർ വിശ്വവിദ്യാലയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആയിട്ട് നടന്നു. नाटककार के अलावा आप उपन्यासकार और कवि भी है. നാടകകാർക്കെ അലാവ, ഒരു നാടകകാരനപ്പുറം, ഒരു നാടകകൃത്ത് എന്നതിലുപരി അദ്ദേഹം ഉപന്യാസ്കാർ, നോവലിസ്റ്റും അതുപോലെ തന്നെ കവി, ഒരു കവിയും കൂടിയായിരുന്നു. അപ്പം അദ്ദേഹം നാടകകാരൻ മാത്രമായിരുന്നില്ല, അതോടൊപ്പം ഒരു നോവലിസ്റ്റും കവിയും കൂടി ആയിരുന്നു വിനോദ് റോസ്തഗി. आपका यथार्थवादी नाटक आज़ादी के बाद पुरस्कृत है. आपका യഥാർത്ഥവാദി നാടകം, ഇദ്ദേഹം എഴുതിയിട്ടുള്ള യഥാർത്ഥവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്ന ഒരു നാടകം. ആ നാടകത്തിൻ്റെ പേരാണ് ആസാദി കെ ബാദ്. ആസാദി കെ ബാദ്. അപ്പോൾ ഈ നാടകം പുരസ്കൃത്, ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ള നാടകമാണ്. അതുപോലെ ഹിന്ദിക്ക് ആധുനിക് നാടകവുമേ മഹത്വപൂർണ്ണ മാനാ ജാതാ ഹൈ. പുരസ്കാരങ്ങൾ നേടിയ നാടകം എന്നതിലുപരി ഹിന്ദിയിലെ ആധുനിക് നാടക്, ആധുനിക നാടകങ്ങളിൽ മഹത്വപൂർണമായിട്ടുള്ള ഒരു നാടകം കൂടിയാണെന്ന് മാനാ ജാതാ ഹൈ കണക്കാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നാടകം ആസാദി കെ ബാദ് എന്ന നാടകം വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ളതാണ്. മാത്രമല്ല അത് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളതും ആണ്. പുരുഷ് കാ പാപ്, ബഹു കി വിദ, നയേ ഹാത്ത്, ഗോപാ കാ ദാൻ, നിർമാൺ കാ ദേവത, കാലെ കൗവേ, कसम कुरान की, स्वर्ग के खंडहर, आपके उपन्यास और जिंदगी के गीत काव्य संग्रह है. ഇനി പറയുന്ന കുറേ പേരുകൾ: പുരുഷ് കാ പാപ്, അതുപോലെ ബഹു കി വിദ, നയേ ഹാത്ത്, ഗോപാ കാ ദാൻ, നിർമാൺ കാ ദേവത, കാലെ കൗവേ, കസം ഖുറാൻ കി, സ്വർഗ് കെ ഖണ്ഡഹാർ. അദ്ദേഹത്തിൻ്റെ ഉപന്യാസ്, നോവലുകളും ജിന്ദഗി കെ ഗീത് എന്നത് കാവ്യസംഗ്രഹ, കാവ്യ സമാഹാരവും ആണ്. रेडियो एकांगी नाटक लिखने में भी आप സിദ്ധഹസ്ത് ഹെ. റേഡിയോ നാടകങ്ങളൊക്കെ എഴുതുന്നതിൽ ഇദ്ദേഹം സിദ്ധഹസ്ത്, വളരെ വൈദഗ്ധ്യമുള്ള, വളരെ കഴിവുള്ള എഴുത്തുകാരൻ കൂടിയാണ്. आपके कतिपय एकांगियों का अनुवाद गुजराती में हो चुका है. മാത്രമല്ല ആപ്കെ കതിപ്പയ് ഏകാംഗി, ഇദ്ദേഹത്തിൻ്റെ കതിപ്പയ് ഏതാനും ഏകാംഗികൾ, ഇപ്പോൾ ഇദ്ദേഹം എഴുതിയ വിനോദ് റോസ്തഗി എഴുതിയിട്ടുള്ള ഏതാനും ഏകാംഗികൾ, ആ ഏകാംഗികളുടെയൊക്കെ അനുവാദ്, തർജ്ജമ ഗുജറാത്തി മേം ഹോ ചുക്കാ ഹെ, ഗുജറാത്തി ഭാഷയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്തി ഭാഷയിലേക്കും ഇദ്ദേഹം എഴുതിയ ഏതാനും ചില ഏകാംഗികൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രാഗൽഭ്യം അല്ലെങ്കിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് വിനോദ് റോസ്തഗി. ഇവിടെ ഈ ഏകാംഗിയിൽ അദ്ദേഹം നമ്മുടെ സമകാലീന സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള ദഹേജ് പ്രഥ എന്ന സ്ത്രീധന സമ്പ്രദായം, ആ സ്ത്രീധന സമ്പ്രദായം ഉണ്ടാക്കുന്ന ദുഷ്പരിണാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ദുഷിച്ച അല്ലെങ്കിൽ വളരെ മോശമായ ഒരു അവസ്ഥ, ആ അവസ്ഥയെ അദ്ദേഹം വരച്ചു കാണിക്കുകയാണ് ഈ ഏകാംഗിയിലൂടെ.
നമ്മുടെ ആധുനിക അല്ലെങ്കിൽ സമകാലീന സമൂഹത്തിലെ സ്ത്രീധന സമ്പ്രദായത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഏകാംഗിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. അപ്പം ഇതിൽ ഈ ഏകാംഗി വായിച്ചു കഴിയുമ്പോൾ, പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇത് വായിച്ചിട്ടുള്ള ഓരോ വായനക്കാരനും ആ ഒരു വ്യവസ്ഥിതിയെക്കുറിച്ച് ഒന്ന് മാറി ചിന്തിക്കും എന്നതാണ് അദ്ദേഹം പ്രത്യാശിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ദഹേജ് പ്രഥ ഹമാരെ സമാജ് കെ ലിയെ അഭിശാപ് ഹെ. ദഹേജ് പ്രഥ അഥവാ സ്ത്രീധന സമ്പ്രദായം, സ്ത്രീധനം വാങ്ങിക്കുക, സ്ത്രീധനം കൊടുക്കുക, ഇങ്ങനെയുള്ള സ്ത്രീധന സമ്പ്രദായം നമ്മുടെ സമൂഹത്തിന് അഭിശാപ്, ഒരു ശാപം തന്നെയാണ്. അതായത് ഒരുപാട് സമ്പത്തുള്ളവർ അങ്ങനെയൊരു സമ്പ്രദായം തുടങ്ങി വെച്ചതായിരിക്കും. പിന്നെ അത് സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവരിലേക്കും വ്യാപിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്തായിരുന്നാലും നിർധനരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതാണ് അദ്ദേഹം പറയുന്നത്, ദഹേജ് പ്രഥ, അതായത് സ്ത്രീധന വ്യവസ്ഥിതി അല്ലെങ്കിൽ സ്ത്രീധന സമ്പ്രദായം സമൂഹത്തിനൊരു ശാപം തന്നെയാണ്. പ്രത്യേകിച്ച് മധ്യവർഗീയ സമാജ്, അതായത് മധ്യവർഗ സമൂഹത്തിന് അത് വളരെയധികം, ഈ ഒരു വ്യവസ്ഥിതി വളരെയധികം മധ്യവർഗ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെയാണ് വിനോദ് റസ്തഗി ഇവിടെ പറയുന്നത്. उसने मध्यवर्गीय समाज के शिष्टाचार, कुल मर्यादा, सम्मान एवं प्रतिष्ठा का विषय बनाकर मनुष्य के परस्पर व्यवहार, प्रेम, मित्रता को ही नहीं अपितु मानवता को भी कुचल डाला है. ഇനി ഈ ഒരു വ്യവസ്ഥിതി, ദഹേജ് പ്രഥ അഥവാ സ്ത്രീധന സമ്പ്രദായം സമൂഹത്തിൽ, പ്രത്യേകിച്ച് മധ്യവർഗ സമൂഹത്തിൽ മനുഷ്യർക്കിടയിലുള്ള പരസ്പരം ഉള്ള അവരുടെ പരസ്പരമുള്ള ആദരവ്, ബഹുമാനം, അതുപോലെ തന്നെ സ്നേഹം, വിനയം, മനുഷ്യത്വം ഇത്യാദി ഗുണഗണങ്ങളെയൊക്കെ ഈ ഒരു വ്യവസ്ഥിതി കുചൽ ഡാലാഹെ, ചവിട്ടി മെതിച്ച് കളയുന്നു എന്നതാണ് വിനോദ് റസ്തഗിയുടെ അഭിപ്രായം. ഈ ഒരു സ്ത്രീധന സമ്പ്രദായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്കിടയിലെ നന്മയെ ഇല്ലാതാക്കുന്ന ഒന്നുകൂടിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഏകാംഗി में भारतीय जनजीवन की रूढ़िग्रस्तता को नाटकीय रूप दिया गया है. ഈ ഏകാംഗിയിൽ ഭാരതീയ ജനജീവൻ, നമ്മുടെ ഭാരതീയരുടെ ജനജീവിതത്തിൻ്റെ രൂഢീഗ്രസ്തത, അതായത് കുറേ അന്ധവിശ്വാസങ്ങൾ, തെറ്റായ ചിന്തകൾ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ നാടകീയമായ ഒരു രൂപം, അല്ലെങ്കിൽ നാടകത്തിൻ്റേതായിട്ടുള്ള രൂപവും കൂടി കൊടുത്ത് അതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ് വിനോദ് റസ്തഗി ബഹു കി വിധ എന്ന ഈ ഒരു ഏകാംഗിയിൽ കൂടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകാംഗി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങി വയ്ക്കാം. അപ്പോൾ ഈ ഏകാംഗിയിൽ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അവരെ നമുക്ക് പരിചയപ്പെട്ട് വയ്ക്കാം. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ജീവൻലാൽ. അദ്ദേഹം എക് ധനി വ്യാപാരി, ധനികനായ ഒരു വ്യാപാരിയാണ് ജീവൻലാൽ. അദ്ദേഹത്തിന് വയസ്സ് ഏകദേശം 50-നോടടുത്തിട്ട് ഉള്ള പ്രായം. ജീവൻലാൽ ഒരു ധനികനായ വ്യാപാരി. പിന്നെ അടുത്തൊരു കഥാപാത്രം രാജേശ്വരി, അത് ജീവൻലാൽ കി പത്നി, ഈ ജീവൻലാലിൻ്റെ ഭാര്യയാണ് രാജേശ്വരി. അവർക്ക് പ്രായം ഏകദേശം 45 വയസ്സ്. പിന്നെ
രമേശ്, അടുത്തൊരു കഥാപാത്രമാണ് രമേശ്. രമേശ് ജീവൻലാൽ കാ പുത്ര. ഇതിലെ വ്യാപാരിയായ ജീവൻലാലിൻ്റെ പുത്രൻ, മകനാണ് രമേശ്. രമേശിന് ഏകദേശം 23 വയസ്സ് പ്രായം. പിന്നെയുള്ളൊരു കഥാപാത്രം കമല രമേശ് കി പത്നി. രമേശിൻ്റെ ഭാര്യയാണ് കമല. വയസ്സ് ഒരു 19-20 പ്രായം. പിന്നെ ഉള്ളൊരു കഥാപാത്രം പ്രമോദ് കമല കാ ഭായി, കമലയുടെ സഹോദരനാണ്. അദ്ദേഹത്തിനും ഈ രമേശിൻ്റെ അതേ പ്രായം തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഏകാംഗിയിലെ കഥാപാത്രങ്ങൾ. അറിയാം, ജീവൻലാൽ ധനികനായിട്ടുള്ള വ്യാപാരി, വയസ്സ് 50-ൻ്റെ അടുത്ത്. പിന്നെ രാജേശ്വരി, ജീവൻലാലിൻ്റെ ഭാര്യ, ഏകദേശം 45 വയസ്സ് പ്രായമുണ്ട്. പിന്നെയുള്ളത് രമേശ്, ഇവരുടെ ജീവൻലാലിൻ്റെയും രാജേശ്വരിയുടെയും മകൻ, 23 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ. പിന്നെ ഉള്ളത് കമല, രമേശിൻ്റെ ഭാര്യ, 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി. പിന്നെ വരുന്ന ഒരു കഥാപാത്രം പ്രമോദ്, കമലയുടെ സഹോദരൻ, രമേശിൻ്റെ അതേ പ്രായമുള്ള ചെറുപ്പക്കാരൻ. അപ്പോൾ ഇത്രയും ആളുകളാണ് ഈ ഏകാംഗിയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഒരു മധ്യവർഗ കുടുംബത്തിൽ, അതായത് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് വരുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, സ്ത്രീധനത്തിൻ്റെ പേരിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതാണ് ബഹു കി വിധ എന്ന ഈ ഒരു ഏകാംഗിയിൽ വിനോദ് റസ്തഗി വരച്ചു കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഏകാംഗി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പം ഇന്നത്തെ ഈ ഒരു ഏകാംഗികാരനെ കുറിച്ചിട്ടുള്ളൊരു പരിചയപ്പെടുത്തൽ, വിനോദ് റസ്തഗിയെ കുറിച്ചിട്ടുള്ളൊരു പരിചയപ്പെടുത്തൽ ഒന്ന് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. ഇദ്ദേഹം ഇന്നത്തെ ആധുനിക, അല്ലെങ്കിൽ ഇന്നത്തെ ഈ സമൂഹത്തിൽ, സമകാലീന സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലുള്ള സമ്പ്രദായങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുകയാണ്. അതിൻ്റെ ആ ഒരു തെറ്റുകളിലേക്ക്, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്, അല്ലെങ്കിൽ വായനക്കാരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിക്ക രചനകളിലും ഇങ്ങനെയൊക്കെയുള്ള കുടുംബ ബന്ധങ്ങൾ, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതൊക്കെയാണ് വിനോദ് റസ്തഗി തൻ്റെ മിക്ക രചനകൾക്കും വിഷയമാക്കി എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഇദ്ദേഹം ഒരു അധ്യാപകനും കൂടിയായിരുന്നു വിനോദ് റസ്തഗി. അദ്ദേഹം ഏകദേശം ഒരു 34 വർഷം വരെ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു നല്ല അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഹിന്ദി സാഹിത്യം അദ്ദേഹത്തിൻ്റെ രചനകൾ കൊണ്ട് വളരെയധികം സമ്പന്നമാക്കിയിട്ടുള്ള എഴുത്തുകാരനും കൂടിയാണ്. അധ്യാപക ജോലിയും ഉണ്ടായിരുന്നു, ഒപ്പം സാഹിത്യ രചനയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ രചനകളിൽ കൂടി ഹിന്ദി സാഹിത്യ രംഗം വളരെ സമ്പന്നമാക്കിയ എഴുത്തുകാരനും കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, തൻ്റെ കൺമുൻപിലുള്ള സമൂഹത്തിനെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ് അതിലെ അനാചാരങ്ങളും തെറ്റുകുറ്റങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ കണ്ടെത്തി അവയെ തൻ്റെ രചനകൾക്കുള്ള വിഷയമാക്കലാണ്. സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തിരുന്നത്. തനിക്ക് ചുറ്റുമുള്ള സമൂഹം, ആ സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ നിന്നുള്ള
കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങളെയായിരുന്നു അദ്ദേഹം തൻ്റെ രചനകൾക്കുള്ള വിഷയമാക്കി മാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തനിക്ക് ചുറ്റുമൊരു ആദർശ സമൂഹത്തെ സ്വപ്നം കണ്ടിരുന്ന ഒരു എഴുത്തുകാരനും കൂടിയാണ്. തനിക്ക് ചുറ്റുമൊരു ആദർശ സമൂഹം ഉണ്ടാവണം എന്ന ആഗ്രഹം വെച്ച് പുലർത്തുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് വിനോദ് റോസ്തഗി. അപ്പോൾ അദ്ദേഹം ശരിക്കും നമ്മുടെ സമൂഹത്തിലെ വികലമായ കാഴ്ചപ്പാടുകളെയൊക്കെ തുറന്നു കാട്ടിയിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. സമൂഹത്തിൽ നടമാടുന്ന ഇങ്ങനെയുള്ള വികലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ചിട്ടകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ, അതിനെയൊക്കെ അദ്ദേഹം ശരിക്കും തൻ്റെ രചനകളിൽ കൂടി തുറന്നു കാട്ടി വായനക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു നല്ല എഴുത്തുകാരനായിരുന്നു വിനോദ് റോസ്തഗി. അപ്പോൾ എന്തായാലും വിനോദ് റോസ്തഗിയെക്കുറിച്ച് മനസ്സിലാക്കിക്കോളൂ, കേട്ടൊന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഏകാംഗി നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. അപ്പോൾ അതുവരേക്ക് ധന്യവാദം.